വിദേശത്ത് ജോലി തരപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകി എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനം ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെന്ന് പരാതി. ദുബായിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളെ എത്തിച്ചത് അജ്മാനിലാണ്. വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് എത്തിച്ച ചെറുപ്പക്കാരെ ഭക്ഷണം പോലും നൽകാതെ പട്ടിണിക്കിട്ടെന്നാണ് പരാതി. ഒക്ടോബർ 10 പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി അഖിലാമോൾ 1 ലക്ഷം രൂപ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനി പ്രതിനിധികൾക്ക് നൽകി. ദുബായിൽ നല്ലൊരു ജോലിയായിരുന്നു സ്വപ്നം. കൊച്ചി മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നേരിട്ടായിരുന്നു റിക്രൂട്ട്മെന്റ്. ദുബായിലേക്കെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയതെങ്കിലും എത്തിച്ചത് അജ്മാനിൽ, അതും വിസിറ്റിംഗ് വിസയിൽ. ഇവരുടെ ജോലി 10 ദിവസത്തിനുള്ളിൽ കമ്പനി സ്റ്റാർട്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 2 ദിവസം വെയിറ്റ് ചെയ്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞ് എൻ്റെ വീട്ടുകാര് ഡെയിലി ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, 2 ദിവസം വെയിറ്റ് ചെയ്യും. ഭക്ഷണവും താമസ സൗകര്യവും നൽകി. 3 ദിവസത്തിന് ശേഷം അത് നിന്നു. 3 മാസം ജോലിയില്ലാതെ അജ്മാനിൽ തുടർന്നു. പിന്നെ ജോലി കിട്ടി, ശമ്പളമില്ലെന്ന് മാത്രം. വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീരുന്നതിന് 3 ദിവസം മുൻപ് അഖിലാമോളെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ കൂട്ടാക്കിയില്ല. ഏകദേശം 60ഓളം ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്. അവിടെ ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അവിടെ പെട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറേ പേര് വേറെ ജോലിയിലേക്ക് മാറിയിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോഴും കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ ജോലി ഇല്ലാണ്ട്, അവിടെ ജോലി ചെയ്തിട്ട് സാലറി കൊടുക്കാണ്ടെയും ഫുഡും അക്കോമഡേഷനും ഒന്നും ഇല്ലാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കമ്പനിക്കെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരെ ഓൺ ദ സ്പോട്ടിൽ അവർ ടെർമിനേഷൻ ചെയ്യാണ്. അതായത് അക്കോമഡേഷനൊക്കെ ഡയറക്റ്റ് ഇറക്കി വിടുകയാണ്. ഗേൾസിനൊന്നും ഒരു പരിഗണന പോലും കൊടുക്കാണ്ട്, അവർക്കൊന്നും അവിടെ ആരുമില്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ സമാന പരാതിയുമായി ഇതേ സ്ഥാപനത്തിനെതിരെ രംഗത്തെത്തി. 1 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തരിൽ നിന്ന് കൈപ്പറ്റിയത്. ജോലിക്ക് കൊണ്ടുപോയവർക്കൊന്നും വർക്ക് പെർമിറ്റ് നൽകിയിട്ടുമില്ല. ഞാൻ കേസ് കൊടുത്തതിനെ തുടർന്ന് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനിരുന്ന 1 ലക്ഷം രൂപ തിരിച്ച്, അവനും പണിയെടുത്ത പൈസയും കൊടുത്തിട്ടില്ല, 1 ലക്ഷം രൂപ റിട്ടേൺ കൊടുത്തിട്ടില്ല. അതിനോടൊപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേസ് പിൻവലിച്ചാൽ മാത്രമേ അവർ ആ പൈസ തിരിച്ച് അവന് കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചതിവിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നേരിട്ടെത്തി ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസമായി സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. ജോലി തട്ടിപ്പിനായി നൽകിയിരുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങൾ ബന്ധപ്പെട്ടെങ്കിലും പ്രതികരണമുണ്ടായില്ല. വടക്കംപറവൂർ സ്വദേശിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ തട്ടിപ്പിനിരയായി വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായും ഇവർ പറയുന്നു. കഴിഞ്ഞ 1 മാസമായിട്ട് ജാൻസിനോടും ഇതിൻ്റെ ഓണറായ ഹാരിസിനോടും വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടപ്പോൾ ഓരോ ദിവസം ഓരോരോ കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഓരോരോ കാരണങ്ങൾ. അപ്പോൾ തന്നെ എനിക്കത് ബോധ്യമായി. കാരണം വിസിറ്റിംഗ് വിസ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 ഡേയ്സിനുള്ള ഔട്ടാവും. പിന്നീടാണ് എനിക്ക് ചതി കഴിഞ്ഞ 2 ദിവസം മുന്നേ എനിക്ക് ചതി മനസ്സിലായത്. ഒരുപാട് പേര് ഈ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടെന്നും ദുബായിൽ 10-30ഓളം വരുന്ന പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുപോയിട്ട് അവർക്ക് ഫുഡോ അക്കോമഡേഷനോ വെള്ളം പോലും കുടിക്കാനില്ല എന്നുള്ള രീതിയിൽ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു. 2500 ദിർഹമായിരുന്നു ശമ്പളമായി സ്ഥാപനം വാഗ്ദാനം ചെയ്തത്. ഇത് പ്രതീക്ഷിച്ചെത്തിയവർക്ക് ലഭിച്ചത് ഭക്ഷണം പോലും ഇല്ലാത്ത ദിവസങ്ങളെന്ന് പരാതിക്കാർ പറയുന്നു. ലക്ഷങ്ങൾ നഷ്ടമായി എന്ന വിവരം വീട്ടുകാരെ അറിയിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലാണ് പലരും. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, പത്തനംതിട്ട.